ഞാൻ കണ്ടതിൽ ഏറ്റവും കഴിവുകെട്ട ഒരു ഗവൺമെൻറ്റാണ്. കാര്യങ്ങൾക്ക് നീക്കുപോക്കില്ലാത്ത, ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാകാത്ത, വികസന മേഖലയിൽ പോലും തൻ്റെ ഇടം കാണിക്കാൻ കഴിവില്ലാത്ത ഒരു നാണം കെട്ട ഗവൺമെൻറ്റായിട്ടാണ് ഈ സർക്കാരിനെ കാണും. സഖാവ് പിണറായി മുഖ്യമന്ത്രി വന്നപ്പോൾ സത്യത്തിൽ ജനങ്ങൾക്ക് മാത്രമല്ല എനിക്കും വലിയ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്താണെന്ന് തെളിഞ്ഞു. വലിയ ദുഃഖമുണ്ട്. കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ശക്തമായി നീങ്ങുന്നതിന് പകരം ഉമ്മൻചാണ്ടിയുടെ തുടർച്ച എന്നതിലൊരു ഭരണം നടക്കുന്നതല്ലാതെ ഒന്നുമില്ല. ഉദ്യോഗസ്ഥന്മാരെ പോലും നിരക്കി നിർത്താൻ കഴിഞ്ഞിട്ടില്ല. ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ, IAS ഉദ്യോഗസ്ഥന്മാർ വഴക്കുണ്ടാക്കുന്നു, IPS ഉദ്യോഗസ്ഥന്മാർ സൗകര്യം പോലെ ചെയ്യുന്നു. ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ഒന്നാലോചിച്ച്. ഇതൊരു ഭരണമാണോ? ഒരു മുഖ്യമന്ത്രിയാണോ? ഒരു സംവിധാനമുണ്ട്? ഭരിക്കുന്ന കക്ഷികൾ തമ്മിലൊരു യോജിപ്പുണ്ട്? ഒരു ഉദാഹരണം, ആതിരപ്പള്ളി പദ്ധതി. ഈ രാജ്യത്ത് ജനങ്ങളെ രക്ഷിക്കാൻ ഇനി ഏറ്റവും ആധികാരികമായി ഞാൻ പറയുകയാണ്, നടപ്പാക്കേണ്ട പദ്ധതി ആതിരപ്പള്ളി പദ്ധതി. ആ ആതിരപ്പള്ളിക്കെതിരെ എന്തുമാത്രം ശക്തമായ എതിർപ്പാണ് വരുന്നത്. ആരുടെ എതിർപ്പ് വന്നാലും ജനങ്ങളുടെ അഭിപ്രായം നോക്കി അത് ചെയ്യണ്ടേ? ആതിരപ്പള്ളി പദ്ധതി എന്ന് പറയുന്നത് നടപ്പാക്കാൻ മുഖ്യമന്ത്രിയോ തൻ്റെ ഇടം കാണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ നിമിഷം വരെ നിയമസഭയിൽ ഞാൻ വോട്ട് രേഖപ്പെടുത്തും. അത് ന്യൂട്രലാണ്, നീല. പ്രതിപക്ഷം എന്താണെന്ന് വെച്ചാൽ, പ്രതിപക്ഷം അവർക്കറിയാം തമാശ. അവർക്കും നിയമസഭ നടക്കുമ്പം പ്രതിപക്ഷത്തെ MLA പകുതി പേരല്ലേ പല ദിവസങ്ങളും വരുന്നത്. അവരുടെ കാര്യം നോക്കി നടക്കുക. കാരണം ഇത് അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇടതുപക്ഷവും UDF അണ്ടർസ്റ്റാൻഡിങ്ങാണ്. 5 കൊല്ലം പിണറായി ഭരിക്കും, നശിപ്പിക്കും, കക്കും, മോട്ടിക്കും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കോൺഗ്രസിലോട്ട് കൊടുക്കും. അവർ 5 കൊല്ലം കക്കും, മോട്ടിക്കും, തിരിച്ചു കൊടുക്കും. നിങ്ങളറിയണം, ഇപ്പോൾ അരിവില 32 രൂപ എന്ന് പറഞ്ഞു. 46 രൂപ അരിവില. തമിഴ്നാട്ടിൽ നിന്ന് 2 രൂപയ്ക്ക് കിട്ടുന്ന അരിയുണ്ട്. ആ അരി എവിടെ കൊണ്ട് 32 രൂപയ്ക്ക് കിട്ടുന്നത്? എന്ത് ന്യായമുണ്ട്? അവിടെ ഒരു ഇഡ്ഡലിക്ക് 1 രൂപ കൊടുത്താൽ മതി. ഇവിടെ 10 രൂപ 12 രൂപ വരെ ഒരു ഇഡ്ഡലിക്ക്. ഇതെന്നാ ഇത്ര വ്യത്യാസം? മനസ്സിലായില്ലേ? അവിടെ പിള്ളേർ തമിഴ്നാട്ടിൽ ജനിച്ചാൽ മതി എന്ന് നമ്മുടെ മലയാളികൾ പറഞ്ഞു തുടങ്ങിയിരിക്കുക. അറിയാമോ? തമിഴ്നാട്ടിൽ രസം എന്താ? അവിടെ ചോറുണ്ണാൻ ചെന്ന് 5 രൂപ കൊടുത്ത 2 പേർ കിട്ടും. അവിടെ ഊണ് കിട്ടും. ഒരു 3 രൂപ കൊടുത്ത 2 പേരുടെ, അതായത് 8 രൂപ കൊണ്ട് 4 പേരുടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം നടക്കും. ഇവിടെ ഒരാൾ ഉണ്ടെങ്കിൽ മിനിമം 70 രൂപ വേണം. 4 വർഷം 250 രൂപ. അവിടെ 8 രൂപ, ഇവിടെ 250. എന്തിന് ഈയിടെ അധികാരത്തിൽ വന്ന നമ്മുടെ ഒരു സ്വാമി മുഖ്യമന്ത്രിയായിട്ടുണ്ട്, ഒരു യോഗി. അങ്ങേരെ പ്രഖ്യാപിച്ചു 13 രൂപയ്ക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഭക്ഷണം പ്രഖ്യാപിച്ചിരിക്കുക. കേരളത്തിൽ നടക്കുമോ? കേരളത്തിൽ ഒരു 5 ഇഡ്ഡലി വേണമെങ്കിൽ 5 5 60, 70 ഊണ് 130. രാത്രി ഒരു ചപ്പാത്തി വേണമെങ്കിൽ 10 രൂപയാണ്. അതായത് ഒരു 500 രൂപ ഉണ്ട് ഒരു ദിവസം കഴിയുമ്പോൾ ഇവിടെ കേരളത്തിൽ. 8 രൂപയ്ക്ക് തമിഴ്നാട്ടിൽ നടക്കുന്നതാണ്, ഇവിടെ 500 രൂപയ്ക്ക്. ഇതെന്താ കാര്യം? ഇത് കട്ടു നിന്നതാണ്. ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടത് മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കയ്യിലാണ്, ഇവിടുത്തെ വമ്പന്മാരുടെ കയ്യിലാണ്. ഇതൊക്കെ പിടിച്ചെടുക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാവണം. താരതമ്യം UDF LDF എന്നാ വ്യത്യാസം? എനിക്കറിയത്തില്ല. UDF ഭരിച്ചപ്പോഴും ഇത് തന്നെ. ആ ഒരു വ്യത്യാസമുണ്ട്. UDF ഭരിച്ചപ്പോൾ ഒരു ഗുണമുണ്ടായിരുന്നു. വല്ല ഹാർട്ട് ഓപ്പറേഷനൊക്കെ ആണെന്ന് ഒരു കടലാസ് കൊടുത്താൽ ഒരാഴ്ചയ്ക്കകം അതിനെന്തെങ്കിലും നട്ടം കൊടുക്കുന്നെങ്കിൽ തരുമായിരുന്നു. ഇത് പിന്നെ ദുരിതാശ്വാസ ഫണ്ടെന്ന് പോയി കൊടുത്താൽ ഒരു 6 മാസം കഴിയുമ്പോഴാണ് എന്തെങ്കിലും വരുന്നത്, കിട്ടുക. ഇടതുപക്ഷം UDF മേടിക്കാൻ ഞങ്ങളുടെ ഏറ്റവും വലിയ മര്യാദ കിടന്ന LDFിൻ്റെ കാലത്ത് എന്തുകൊണ്ട് ഇത് അയച്ചു കൊടുക്കുന്നില്ല? ഒരു കരൾ ഓപ്പറേഷൻ, ഹാർട്ട് ഓപ്പറേഷൻ, അല്ലെങ്കിൽ രോഗി, പാവങ്ങളല്ലേ ചെല്ലുന്നേ. കൊടുക്കുന്നെങ്കിൽ 10,000 10,000 10,000 30,000 കൊടുക്കും. അത് അന്നേരം കൊടുത്തേക്കാൻ പാടില്ലേ? 6 മാസം കഴിയുമ്പോൾ നോട്ടീസ് കിട്ടുമില്ലേ തഹസിൽദാരുമായിട്ട് ഈ ഫോണിൽ ബന്ധപ്പെടാൻ പറഞ്ഞു, ഈ നമ്പറിൽ. ഇത് വളരെ മോശമാണ്. ഉമ്മൻചാണ്ടി കാലത്ത് നിൽക്കുന്ന സ്പോട്ടിൽ കാശ് കിട്ടുമായിരുന്നു പാവങ്ങൾക്ക്. അങ്ങനെ ഒരു വ്യത്യാസം ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഉമ്മൻചാണ്ടി സ്വല്പം കൂടി സ്പീഡുണ്ടായിരുന്നു. ഇത് അനങ്ങാത്ത പോക്കാണ്. ഉമ്മൻചാണ്ടി പറഞ്ഞത് സ്പീഡ് കൂടുതലായിരുന്നു. വളരെ സ്പീഡിലാണ് അദ്ദേഹം പോയത്. ഇത് വളരെ ഗതികേടിലാണ്. എനിക്ക് പിണറായി വ്യക്തിപരമായി അദ്ദേഹത്തെ ഞാൻ സ്നേഹിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് മാറാത്തവനാണ്, സത്യസന്ധനാണ്. അങ്ങനെ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ഒത്തിരി വഴക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ വഴക്കിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, വളരെ സത്യസന്ധനും നീതിമാനുമാണ് അദ്ദേഹം.
ഒരു സംശയം വേണ്ട, ഒരു വാക്ക് എനിക്ക് PC പറഞ്ഞ് ഇന്നത് ചെയ്യും, ആര് പറഞ്ഞാലും പിന്നെ പുള്ളി മാറുകയില്ല. ലോകം മുഴുവൻ ഇടിഞ്ഞു വീണാലും ആ വാക്കിൽ ഉറച്ചു നിൽക്കുന്നത്. അങ്ങനെ വളരെയേറെ നന്മയുണ്ട് പിണറായി വിജയൻ, ഞാൻ ഒളിച്ചൊന്നും വെക്കുന്നില്ല. പക്ഷേ ആ നന്മയുള്ള പിണറായി വിജയൻ എന്ത് പറ്റിയെന്ന് എൻ്റെ ചോദ്യം. ഈ ഭരണത്തിൽ എനിക്ക് തോന്നി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് നല്ല സഹകരണം കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ഞാൻ പല പ്രാവശ്യം അദ്ദേഹം എന്ത് പറ്റിയെന്ന് അദ്ദേഹത്തോട് ചോദിച്ചല്ലോ. എനിക്ക് തോന്നുന്നത് പാർട്ടി അദ്ദേഹത്തിന് ആത്മാർത്ഥമായ സഹായം ചെയ്യുന്നില്ല. 14 കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. വരച്ച വരെ പാർട്ടി നിർത്തി കൊണ്ടുപോയ ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും പാർട്ടിക്കാരെയും തൻ്റേതായ അഭിപ്രായത്തിൽ മാനിച്ച് കൊണ്ടുപോകുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. നോക്കാം, കാത്തിരുന്ന് കാണാം. ഞാൻ ഒരുത്തരെയും മോശമാക്കണ്ടല്ലോ. ഇതുവരെ പരാജയമാണ്. ഇനി വിജയമാക്കാൻ പിണറായി സഖാവിന് കഴിയുമോ? അല്ലെങ്കിൽ CPM ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷം ജനാധിപത്യത്തിൽ സ്ട്രോങ് ആയി നിന്നുകൊണ്ട് ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കി ഈ ഗവൺമെൻറ് നല്ലവണ്ണം തുടരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് അവർ പരിശോധിക്കട്ടെ. ആ പരിശോധിക്കാതെ നമ്മളിപ്പോൾ അഭിപ്രായം വന്ന് ശരിയില്ല. അവർ 91 MLA-മാരുണ്ട്. ആ നിലയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള സാഹചര്യത്തിൽ അവർ ഗവൺമെൻറ് നന്നാക്കണമെന്ന് ആഗ്രഹിച്ചാൽ MLA-മാരെല്ലാം ആഗ്രഹമാണല്ലോ, നന്നാകാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കാം. എന്ത് കാത്തിരുന്നാലും ഇത് അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് മാറുകയില്ല. UDF LDF ഒന്നാണ്. ഇത് രണ്ടും കൂടി കാണിക്കുന്ന കൊള്ളയാണിത്. അതുകൊണ്ട് എന്ത് കാണിച്ചാലും ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് മാറാൻ കഴിയും. ഉദ്യോഗസ്ഥന്മാരും യൂണിയൻകാരും അങ്ങനല്ലേ? അതല്ലേ ഇല്ലാത്ത സങ്കടം. എനിക്ക് വലിയ പ്രതീക്ഷയില്ല ആ ഒരു പ്രശ്നം പറയുമ്പോൾ. കാരണം എന്താവും, നമ്മുടെ വലിയ പ്രശ്നമല്ലേ ഇത്. തമിഴ്നാടോട് കമ്പയർ ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഒറ്റയെണ്ണം നമ്മുടെ കുടിവെള്ളമില്ല. 44 നദിയുണ്ട് നമുക്ക്. നമ്മുടെ ഇവിടെ 1 ലിറ്റർ വെള്ളം വേണമെങ്കിൽ 20 രൂപ കൊടുക്കും. നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് മൂട്ടിക്കുന്ന വെള്ളം ഉൾപ്പെടെയാണ് തമിഴ്നാട്ടിൽ. അവർ 1 രൂപ വെള്ളത്തിന് 10 രൂപ. എങ്ങനെ ഇതൊക്കെ പഠിക്കണ്ടേ? ഇവിടെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും മന്ത്രിമാരും എല്ലാം കൂടെ തങ്ങളുടെ സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകുന്നു. അവർ സ്വന്തം കാര്യം നോക്കുമ്പോൾ അവരുടെ കാര്യം കൂടെ നോക്കുന്നു. അതിനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഇവിടെ ഒരു റോഡ് പണിയണമെങ്കിൽ ഒരു കിലോമീറ്റർ പണിയാൻ 1 കോടി രൂപ വേണമെങ്കിൽ 80 ലക്ഷം രൂപ എന്ന് എസ്റ്റിമേറ്റ് കൊടുക്കും. കാരണം 20 ലക്ഷം രൂപ കുറച്ച് കൊടുക്കുള്ളൂ. പിന്നെയും വർക്കൗട്ടാകണ്ടേ. അത് ടെൻഡർ ചെയ്യുമ്പോൾ 70 ലക്ഷം ആവും. അവിടെ ആകെപ്പാടെ 25 ലക്ഷം മുടക്കി ബാക്കി മുഴുവൻ കട്ട് തിന്നും. റോഡ് എങ്ങനെ നിൽക്കും? തമിഴ്നാട്ടിലാണെങ്കിൽ 1 കോടി രൂപ വേണ്ട റോഡാണെങ്കിൽ 1.25 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് എടുക്കും, സാങ്ഷൻ ചെയ്യും. 1 കോടി രൂപയും റോഡിൽ കാണും. ആ അഡീഷണൽ വെച്ച് 25 ലക്ഷം അവർ കക്കും. വ്യത്യാസം മനസ്സിലാകും. അവർ കട്ടാലും റോഡ് നന്നായിരിക്കും. കാരണം അത് അഡീഷണൽ വെച്ചിരിക്കുക. ഇവിടെ നേരെ തിരിച്ചാൽ പിന്നെ എങ്ങനെ നന്നാവും ഇതാണ് സത്യം. മോശമായിട്ടൊന്ന് ആരോഗ്യരംഗം തന്നെയാണ്. മോശമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ആരോഗ്യരംഗമാണെന്ന് പറയാൻ കാരണം ഇതുപോലെ രോഗവും ചൂടുപനിയും അത് പക്ഷിപ്പനിയും ഇപ്പോഴും ഇല്ലാത്ത എന്താ ഉള്ളത്? ഇത് എനിക്ക് വേറൊരു പേടികളുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ മരുന്ന് ഉപയോഗിക്കുന്നത് മലയാളികളാണ്. വല്ല മരുന്ന് കമ്പനിയും കൊണ്ട് ഈ വൈറസുകളെ ഇവിടെ ഇഞ്ചെക്റ്റ് ചെയ്യണമെന്നൊരു എനിക്ക് സംശയമുണ്ട്. നമ്മുടെ അരിയിലോ അല്ല ഏതെങ്കിലും ഭക്ഷണപദാർത്ഥത്തിലോ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എനിക്ക് പേടിയുണ്ട്. ഇത് പരിശോധിക്കാൻ ഒരു മാർഗ്ഗമില്ലല്ലോ. ഇവിടെ കേരളം മുഴുവൻ പനിയല്ലേ, പനിക്കാത്ത നാടില്ല. ഈ മേഖലയിൽ ഈ ഗവൺമെൻറ്റിൻ്റെ പരാജയം ഏറ്റവും വലിയ പരാജയമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. പിന്നെ ക്രമസമാധാന രംഗം, കണ്ണൂർ കൊലപാതകം കുറയുന്നില്ലല്ലോ, കൊലപാതകം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. 1-1, 1-2, 2-2, 2-3, 2-3 കഴിഞ്ഞ് 2-4, അപ്പോൾ ഉടനെ 3-4. ഇതിങ്ങനെ പോകാൻ പറ്റും? ഇത് മുഖ്യമന്ത്രിയുടെ ജില്ലയിലും നിയോജകമണ്ഡലത്തിലും പോലും കൊലപാതകം നടക്കുക, രാഷ്ട്രീയ കൊലപാതകം. എത്ര അപമാനകരമായി ഇത് പിടിച്ചു നിർത്താൻ ഈ കള്ളന്മാരെ പിടിച്ച് കൊലപാതകളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയും പാർട്ടി ബേസിൽ ഈ കൊലപാതകം നടക്കരുതെന്ന് പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കില്ലേ? ഏതായാലും RSS CPM സംഘടനത്തിൽ എനിക്കൊരു സംശയമില്ല, പിണറായി അറിയാതെ കൊലപാതകം നടക്കും, അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കന്മാരുടെ നിർദ്ദേശമില്ലാതെ കൊലപാതകം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ കണ്ണൂർ കൊലപാതകം നിർത്താൻ എന്തുകൊണ്ട് പിണറായി തയ്യാറാകുന്നില്ല എന്ന് കേരളത്തെ ജനങ്ങളോട് പറയാം. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അത് അദ്ദേഹം അറിയണ്ടേ? എന്ത് പറ്റി അദ്ദേഹത്തിന് എനിക്കറിയില്ല. അതുകൊണ്ട് ആ കാര്യത്തിലൊരു ശ്രദ്ധയുണ്ടാവേണ്ടതുണ്ട്. ഞാൻ ആത്മാർത്ഥത്തോട് പറയാം, ഒരു ഗവൺമെൻറ് ഇത്രയും ഭൂരിപക്ഷത്തോട് വന്നതാണ്.
ആ ഗവൺമെൻറ് നല്ലവണ്ണം ഭരിച്ച് മുമ്പോട്ട് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷേ ആഗ്രഹത്തിന് ഇപ്പോഴും ആഗ്രഹം നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുക, അവരുടെ പ്രവർത്തനം മാറാനുണ്ട്.